പോളിമേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പോളിമേഴ്സിന്റെ അകത്ത് മെക്കാനിസം ഓഫ് ഡിഫോർമേഷൻ ആൻഡ് സ്ട്രെങ്തനിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ആദ്യം ഡീൽ ചെയ്യാൻ പോകുന്നത്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു മെറ്റൽ അല്ലെ സെറാമിക്സ് അല്ലെ പോളിമേഴ്സ് ഇതിന്റെ എല്ലാം നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിന്റെ ക്യാരക്ടറൈസേഷനെ വെച്ചാണ്. അപ്പൊ ക്യാരക്ടറൈസേഷൻ പഠിക്കാനായിട്ട് നമ്മൾ ഗ്രാഫ് പ്ലോട്ടിംഗ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു പോളിമറിന്റെ ക്യാരക്ടറൈസേഷൻ അല്ലെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്യാനായിട്ട് നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ആണ് വരയ്ക്കുന്നത്. അതിൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് എക്സ് ആക്സിസിലും സ്ട്രെസ് എന്ന് പറയുന്നത് വൈ ആക്സിസിലും എടുത്താണ് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. അതിന് മുമ്പ് പോളിമേഴ്സിന്റെ ടൈപ്പ് അല്ലെങ്കിൽ പോളിമേഴ്സിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, അത് പോളിമേഴ്സിനെ സ്ട്രോങ് എന്നും ഹാർഡ് എന്നും ടഫ് എന്നും സ്റ്റിഫ് ആൻഡ് സോഫ്റ്റ് ബ്രിട്ടിൽ എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ക്യാരക്ടറിസ്റ്റിക് കർവ് ഉപയോഗിച്ച് നമുക്ക് ഈ ഓരോ പോളിമർ ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഇതാണ് ഈ പോളിമർ ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടീസ് അനുസരിച്ചാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് സ്റ്റഡി ചെയ്ത് നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് എങ്ങനെയാണ് ഇത് ക്ലാസിഫൈ ചെയ്തെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു പോളിമർ മെറ്റീരിയലിനകത്ത് നമ്മളിപ്പോ ഒരു ലോഡ് അപ്ലൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇലോങ്ങേഷൻ അല്ലെങ്കിൽ ലെങ്തിന് വേരിയേഷൻ വരുന്നുണ്ടെങ്കിൽ ഇലോങ്ങേഷൻ സംഭവിക്കും, ഷേപ്പിന് വേരിയേഷൻ വരുന്നുണ്ടെങ്കിൽ ഷേപ്പ് വേരിയേഷൻസ് വരും. അപ്പം ഓരോ വേരിയേഷൻസിനെ നമ്മൾ പറയുന്നത് ഡിഫോർമേഷൻസ് എന്നാണ്. അതായത് ആക്ച്വൽ ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് എന്തെങ്കിലും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡിഫോർമേഷൻസ് എന്ന് പറയും. ലെങ്തിനാണ് ചേഞ്ച് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സ്ട്രെസ് എന്ന് ആദ്യം പറയാം. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് അപ്ലൈഡ് ബൈ ഏരിയ എന്നാണ്. അതൊരു ഡയമെൻഷൻ, സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അതൊരു മെഷറബിൾ ക്വാണ്ടിറ്റി ആണ്. അതിന് ഒരു ഡെഫിനിറ്റ് യൂണിറ്റും ഉണ്ട്. ഈ ഗ്രാഫ് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് കിട്ടും ഒരു സ്മോൾ ഡിഫോർമേഷൻ അല്ലെങ്കിൽ ഒരു വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റില് സ്ട്രെസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. ഈ റീജിയനെയാണ് നമ്മൾ ഇലാസ്റ്റിക് റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇലാസ്റ്റിക് ഡിഫോർമേഷൻ റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു ഡിക്രീസ് ആണ് കാണുന്നത്. സ്ട്രെയിൻ കൂടുന്നതിനനുസരിച്ച് സ്ട്രെസ്സിന്റെ ഡിക്രീസ് ആണ് സംഭവിക്കുന്നത്. അത് സി എന്ന് പറഞ്ഞ പോയിന്റ് കാണിച്ചിരുന്നു. ആ സിയിൽ നിന്ന് പിന്നീട് ഒരു ഇൻക്രീസ് സംഭവിക്കുന്നു സ്ട്രെയിൻ കൂടുന്നതനുസരിച്ച്. പിന്നെ ഡി എന്ന് പറഞ്ഞൊരു പോയിന്റ് അക്വയർ ചെയ്യുന്നു. അതിനുശേഷം എന്ത് ഫർദർ ഇൻക്രീസ്, എന്ത് സ്ട്രെയിൻ കൂടിക്കഴിഞ്ഞാലും മെറ്റീരിയൽ പൊട്ടിപ്പോകും. അപ്പൊ ഈ ഒരു പോയിന്റ് ബി എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ഈൽഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ ഈൽഡ് സ്ട്രെസ്സിന് ശേഷം സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിന് ഒരു വേരിയേഷൻ കാണാം. ഇങ്ങനെ കുറഞ്ഞു വന്ന് കൂടുന്നതായിട്ടാണ് കാണുന്നത്. ഇനി ഇത് വെച്ച് നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസിനെ പറ്റി പഠിക്കാം. ഈ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റന്റേനിയസ് ആൻഡ് റിക്കവറബിൾ പ്രോസസ് ആണ്. അതായത് വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റില്, ഈ ഒരു ഇലാസ്റ്റിക് ലിമിറ്റില് ആ ലോഡ് അപ്ലൈ ചെയ്ത ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ അതിന്റെ ഷേപ്പ് അല്ലെങ്കിൽ ലെങ്ത് വീണ്ടും റിക്കവർ ചെയ്യാൻ പറ്റും. അത് റിവേഴ്സിബിൾ ആണ്. റിവേഴ്സിബിൾ എന്നല്ലാതെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രോസസ് ആണ്. അതാണ് ഇലാസ്റ്റിക് ഡിഫോർമേഷന്റെ ഒരു എന്ന് പറയുന്നത്. ഇനി പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടൈം ഡിപ്പെൻഡന്റ് ആണ്. അതിന്റെ ഡി എന്ന് പറഞ്ഞ പോയിന്റ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. അതൊരിക്കലും തിരിച്ചു വരില്ല. അതൊരു പെർമനന്റ് ചേഞ്ച് ആയിരിക്കും. ഇനി സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിന്റെ അകത്ത് ഡിഫറെന്റ് മെറ്റീരിയൽസിന് ഡിഫറെന്റ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ആയിരിക്കും. ഇതൊരു ജനറൽ ഷേപ്പ് എന്നുള്ളതാണ് ഈ ഒരു ഇത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പല മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ച് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിന് വേരിയേഷൻ വരും. ഈ കർവ് മേളില് ഇത് ചിലപ്പോൾ ഡി എന്ന് പറഞ്ഞ പോയിന്റ് ചിലപ്പോൾ മേളിലായിരിക്കും, ചിലപ്പോൾ താഴെ ആയിരിക്കും. അങ്ങനെ വെച്ച് ആ മെറ്റീരിയലിനനുസരിച്ച് പോളിമർ മെറ്റീരിയൽ ഏതാണോ അതിനനുസരിച്ച് ഇതിന് വേരിയേഷൻ വരും. അപ്പോ നമുക്ക് ഇതിനടിയിൽ, അതായത് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിന് അടിയിലുള്ള ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മെറ്റീരിയൽ എത്ര ടഫ് ആണെന്ന് കിട്ടും. അതായത് ടഫ്നെസ് ഓഫ് എ മെറ്റീരിയൽ ഇസ് കാൽക്കുലേറ്റഡ് ബൈ ടേക്കിംഗ് ദ ഏരിയ കവേർഡ് ബൈ ദിസ് ഗ്രാഫ്. ഏരിയ അണ്ടർ ദി ഗ്രാഫ് ആണ് ടഫ്നെസ് ഓഫ് ദ മെറ്റീരിയൽ നമുക്ക് തരുന്നത്. പിന്നെ ഡി എന്ന് പറയുന്നതാണ് ബ്രേക്ക് ഡൗൺ പോയിന്റ്. പ്ലാസ്റ്റിക് ലിമിറ്റിന്റെ മാക്സിമം ആണ് ഡി. ആ ഡിയിലാണ് ആ മെറ്റീരിയൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇനി ആ മെറ്റീരിയൽ സ്ട്രോങ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ ഡിയും ബിയും എന്ന് പറഞ്ഞ പോയിന്റ്സ്, അതായത് ഈൽഡ് സ്ട്രെസ്സും ബ്രേക്കിംഗ് പോയിന്റിലൂടെ കമ്പയർ ചെയ്തിട്ടാണ്. ഈ ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഡി ഈ ഈൽഡ് സ്ട്രെസ്സിനേക്കാൾ ഹയർ പോയിന്റിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ താഴോട്ടാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന മെറ്റീരിയൽ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ സ്ട്രോങ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. ഈ ടഫ്നെസ് ഓഫ് എ മെറ്റീരിയൽ എന്ന് പറയുന്നത്, അതായത് ഏരിയ അണ്ടർ ദി ഗ്രാഫ് ടഫ്നെസ് ഓഫ് ദി മെറ്റീരിയൽ ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ബ്രിട്ടിൽ നേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഇലാസ്റ്റിക് ലിമിറ്റില് ഈ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഒരു 5% റേഞ്ചിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ 5% റേഞ്ചിന് താഴോട്ട്
ഇതിന് നമ്മൾ 5-10% അങ്ങനെ മാർക്ക് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ ഇത് ഇലാസ്റ്റിക് ലിമിറ്റിൽ ആ 5%-ന് താഴേക്കുള്ള സാധനങ്ങളിലും ആ മെറ്റീരിയൽ കാണിക്കുന്നത് ബ്രിട്ടിൽ നേച്ചർ ആയിരിക്കും. ഇനി ബിറ്റ്വീൻ 5-10% ആണെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ സോഫ്റ്റ് മെറ്റീരിയൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഒരു മെറ്റീരിയലിന്റെ ഹാർഡ്നെസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ ഇലാസ്റ്റിക് ലിമിറ്റിൽ ഈ കർവിന്റെ സ്ലോപ്പ് ആയിരിക്കും. ഈ കർവിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് യങ്സ് മോഡുലസ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ആ മെറ്റീരിയലിന്റെ ഹാർഡ്നെസിനെ പറ്റി ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇഫ് യു അപ്ലൈ ഫോഴ്സ് ടു ദി പ്ലാസ്റ്റിക് ലിമിറ്റ്, അതായത് പ്ലാസ്റ്റിക് ലിമിറ്റിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയലിന് ഇലോങ്ങേഷൻ സംഭവിക്കും. അവിടെ കുറച്ച് നോട്ട്സ് ഉണ്ടാകും. ആ നോട്ട്സ് ഉണ്ടാകുന്ന നോട്ട്സ് ഇതിന് പറയുന്ന പേരാണ് നെക്സ് എന്ന് പറയും. ഇനി വീണ്ടും നമ്മൾ ഫോഴ്സ് ഫർദർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ ഫോഴ്സ് ഇസ് ഇൻക്രീസ് ദ മെറ്റീരിയൽ ഗെറ്റ്സ് ബ്രേക്ക് ഡൗൺ. അതായത് ഈ പോയിന്റ് റീച്ച് ചെയ്യും, അതുപോലെ തന്നെ മെറ്റീരിയൽ ബ്രേക്ക് ഡൗൺ ചെയ്യും. നമ്മൾ റിലാക്സേഷൻ മോഡുലസ് വേഴ്സസ് ടെമ്പറേച്ചർ കർവ് വരയ്ക്കുകയാണ്. അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് റിലാക്സേഷൻ മോഡുലസ് വൈ ആക്സിസിന് ടെമ്പറേച്ചർ എല്ലാം എക്സ് ആക്സിസ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു കർവ് കിട്ടും. ഈ കർവിനെ നമ്മൾ പല റീജിയൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കുകയാണ്. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള റീജിയൻ എന്ന് പറഞ്ഞാൽ ഗ്ലാസിക് റീജിയൻ, അതിന് തൊട്ട് താഴെ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ലെതറി റീജിയൻ, അത് കഴിഞ്ഞാൽ റബറി റീജിയൻ, പിന്നെ റബറി ഫ്ലോ, അതിന് തൊട്ട് താഴേക്കുള്ളതെല്ലാം വിസ്കസ് ഫ്ലോ ആണ്. ഈ വിസ്കസ് ഫ്ലോ അല്ലെങ്കിൽ വിസ്കസ് ഡിഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നോൺ റിക്കവറബിൾ പ്രോസസ് ആണ്. നോൺ റിക്കവറബിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താണ് നോൺ റിക്കവറബിൾ എന്ന്. അപ്പോൾ ഒരു വിസ്കസ് ഡിഫോർമേഷനും നോൺ റിക്കവറബിൾ ആണ്. ഒരു പോളിമർ ഡിഫോർമേഷൻ എപ്പോഴും കാണിക്കുന്നത് ഇലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക്, ഇലാസ്റ്റിക് അല്ലെങ്കിൽ ഇലാസ്റ്റിക്കും വിസ്കസ് ഡിഫോർമേഷനും കൂടി ചേർന്ന ഒരു ബിഹേവിയർ ആയിരിക്കും ഒരു പോളിമർ ഡിഫോർമേഷൻ കാണിക്കുന്നത്. അതുകൊണ്ടാണ് പോളിമർ എപ്പോഴും വിസ്കോ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി കാണിക്കുന്നത്. ഇനി പോളിമേഴ്സിന്റെ സ്ട്രെങ്തനിങ് അല്ലെ അതിനെ പറ്റിയാണ് പറയുന്നത്. പോളിമേഴ്സ് കണ്ടെയ്ൻ ചെയ്യുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. നമ്പർ ഓഫ് മോളിക്യൂൾസ്, ആ മോളിക്യൂൾസ് ഒരു ചെയിൻ അറേഞ്ച്മെന്റിലാണ് അലൈൻഡ് ആയിട്ടാണ് കൊണ്ടുവന്നത്. ഈ മോളിക്യൂൾസ് എല്ലാം ബൈ ബോൺസ് ജോയിൻഡ് ആണ്. ആൻഡ് ദീസ് പോളിമേഴ്സ് ഇന്ററാക്ട് ത്രൂ എൻടാങ്കിൾമെന്റ് ആണ്. ആൻഡ് ഇറ്റ് ഷോസ് ദ ടൈം ഡിപെൻഡന്റ് മോഷൻ. ഒരു പോളിമർ മെറ്റീരിയലിനകത്ത് കുറെ മോളിക്യൂൾസ് ഉണ്ട്. ആ മോളിക്യൂൾസ് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ബോൺസ് വെച്ചാണ്. അത് ഒരു അലൈൻഡ് മാനറിലായിരിക്കും. അതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ടൈം ഡിപെൻഡന്റ് മോഷൻ ആയിരിക്കും. അതിന് ഡിഫ്യൂഷൻ ഓഫ് ലാർജ് സെഗ്മെന്റ് ഓഫ് ചെയിൻസ് ഒക്കേഴ്സ് അറ്റ് എ മച്ച് ലോങ്ങർ സ്പീഡ് ദാൻ ഡിഫ്യൂഷൻ ഓഫ് സ്മോൾ സെഗ്മെന്റ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കുറച്ച് പ്രോപ്പർട്ടീസിന്റെ അകത്ത് എന്താണ് സ്മോൾ സെഗ്മെന്റ് റീജിയൻ, ഒരു മോളിക്യൂൾസിന്റെ അകത്ത് അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസിന്റെ അകത്ത് സ്മോൾ സെഗ്മെന്റിനെ എന്താണ് പറയുന്നതൊക്കെ പഠിക്കുന്നുണ്ട്. അതിന് മുമ്പ് ഇത് ജനറൽ ആയിട്ട് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഡിഫ്യൂഷൻ ഓഫ് ലാർജ് സെഗ്മെന്റ് ഓഫ് ചെയിൻസ് ഒക്കേഴ്സ് അറ്റ് മച്ച് ലോങ്ങർ സ്പീഡ് ദാൻ ഡിഫ്യൂഷൻ ഓഫ് സ്മോൾ സെഗ്മെന്റ് because the time dependent motion of the polymer material due to some forces the chains of the polymer remains in an entangled state and finally it reaches the lowest possible energy state. ആ lowest possible energy state ആയിരിക്കും equilibrium state എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആ ഇക്വിലിബ്രിയം സ്റ്റേറ്റില് ഇപ്പൊ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അക്വയർ ചെയ്ത ആ പോളിമറില് നമ്മള് ഫോഴ്സ് എക്സ്റ്റേണൽ ആയിട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ അതിന് ചെറിയൊരു ഡിഫോർമേഷൻ ഉണ്ടാകും ആൻഡ് എൻറ്റേഴ്സ് ഇൻ ടു ദി നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. അതായത് അങ്ങനെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആ ഒരു മെറ്റീരിയലിന് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ മെറ്റീരിയലിന് ഡിഫോർമേഷൻ സംഭവിച്ച് ഒരു സ്മോൾ ഡിഫോർമേഷൻ സംഭവിക്കും. അത് നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് ടെൻഡ് ചെയ്ത് വീഴും. ആൻഡ് ഹാവിങ് എ ലാർജ് ഡിഫോർമേഷൻസ്. അങ്ങനെ നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തി കഴിയുമ്പോൾ അതിന് ലാർജ് ഡിഫോർമേഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ഇൻ മാക്രോസ്കോപ്പിക് ലെവൽ ഫോർ സ്മോൾ ഡിഫോർമേഷൻസിന് മാക്രോസ്കോപ്പിക് ലെവലിൽ നമ്മൾ പറഞ്ഞ മോളിക്യൂൾസ് എല്ലാം കൂടെ അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന ബോണ്ട് വെച്ചാണ്. ആ ബോൺസിന് സ്ട്രെച്ചിങ് ഉണ്ടാകും ആൻഡ് ചെയിൻസ് സ്ട്രെങ്തൻ ചെയ്യും ആൻഡ് ഇറ്റ് ഈസ് റിക്കവറബിൾ പ്രോസസ് ആയിട്ട് മാറും. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതൊരു റിക്കവറബിൾ ഇതിലേക്ക് മാറും. ആ റിക്കവറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. ഈ ഫോർ ലാർജ് ഡിഫോർമേഷൻസിന് ചെയിൻ സ്ലിപ്പേജ് എന്ന് പറഞ്ഞ ചെയിൻ സ്ലിപ്പേജ് ഉണ്ടാകും. ചെയിൻ ബ്രേക്കിംഗ്, അതായത് നമ്മുടെ മോളിക്യൂൾസ് എല്ലാം ഓർഡർലി ചെയിനായിട്ട് അലൈൻഡ് ആണെന്ന് പറഞ്ഞു. ആ ഓർഡർലി അറേഞ്ച്മെന്റ് എല്ലാം വലിയ ഡിഫോർമേഷൻസിന് ബ്രേക്ക് ചെയ്യും. അതാണ് വിസ്കസ് നേച്ചർ. അതായത് വിസ്കസ് നേച്ചർ എന്ന് പറയുന്നത് വിസ്കസ് ഇസ് നോൺ റിക്കവറബിൾ. ഈ ഒരു പോർഷൻ ആണ്, അതൊരു നോൺ റിക്കവറബിൾ ഡിഫോർമേഷൻ ആയിരിക്കും. ഇനി പോളിമർ ഹാവ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇത് ഇങ്ങനെ ഇപ്പൊ പറഞ്ഞ വിസ്കസ് എന്ന് പറഞ്ഞ ഒരു പെർമനന്റ് ചേഞ്ച് ആണ്. അതൊരിക്കലും തിരിച്ചു വരില്ല.
ഈ രണ്ട് പ്രോസസ്, അതായത് ഒരു പോളിമർ വിസ്കസ് ഡിഫോർമേഷനെ കാണിക്കും, ഇലാസ്റ്റിക് ഡിഫോർമേഷനെ കാണിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു പോളിമർ മെറ്റീരിയലിന് വിസ്കോ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കാണിക്കാനാണ്. Important phenomena of polymers, which is first one is the crystallization. For every material, the degree of crystallinity depends upon the mechanical and thermal properties. We have already studied about the mechanical properties of the materials and polymers. Crystallization of molten polymer to solid state. അതായത് സിമ്പിൾ ആയിട്ടൊരു ട്രാൻസിഷൻ, ഒരു ഫേസ് ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ്, ഒരു ഫേസ് ട്രാൻസിഷൻ പ്രോസസ് ആണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് സിമ്പിൾ കേസ് എടുത്തു കഴിഞ്ഞാൽ ലിക്വിഡ് ടു ഐസ് കൺവേർഷൻ ഓർത്ത് കഴിഞ്ഞാൽ മതി. ഇപ്പൊ ലിക്വിഡ് സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറി ഐസ് ആകാനായിട്ട് എടുക്കുന്ന ആ ഒരു പ്രോസസ്, ആ ഒരു ട്രാൻസിഷൻ ഫേസ്, അതാണ് ക്രിസ്റ്റലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രിസ്റ്റലൈസേഷൻ ഓഫ് എ മോൾട്ടൺ പോളിമർ ടു സോളിഡ് സ്റ്റേറ്റ് അത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ആ രണ്ട് പ്രോസസ് വഴിയാണ് ന്യൂക്ലിയേഷൻ ആൻഡ് ഗ്രോത്ത് പ്രോസസ് എന്ന് പറയും. നമ്മുടെ ഈ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു ന്യൂക്ലിയേഷൻ സെന്റർ ആവശ്യം, അതായത് ഒരു സെന്റർ പോയിന്റ് ആവശ്യമാണ്. ഫോർ പോളിമേഴ്സിന് ക്രോസ് ലിങ്ക് സ്ട്രക്ചർ ആയിട്ടുള്ള, നമ്മൾ സിമ്പിൾ ഇതിന്റെ ഒരു ന്യൂക്ലിയസ് ആയിട്ട് എടുത്തു. ആ ന്യൂക്ലിയസിന്റെ അകത്ത് കുറെ ക്രോസ് ലിങ്ക് സ്ട്രക്ചേഴ്സ് ഓഫ് പോളിമേഴ്സ് ആണ് ഇതിന്റെ അകത്ത് കിടക്കുന്നത്. ഇപ്പൊ ഇതിനെയാണ് നമ്മൾ ന്യൂക്ലിയേഷൻ സൈറ്റ് എന്ന് വിളിക്കുന്നത്. ടു ക്രിസ്റ്റലൈൻ പോർഷൻസിന് ഇടയ്ക്കിരിക്കുന്ന മോളിക്യൂൾസിനെ, ഇതിന് ഇടയ്ക്കിരിക്കുന്ന ഈ മോളിക്യൂൾസിനെ നമ്മൾ വിളിക്കുന്നതാണ് ടൈം മോളിക്യൂൾസ് എന്ന്. കാരണം ആ രണ്ട് ക്രിസ്റ്റലൈൻ ഷേപ്പിനും ഇടയ്ക്ക് ഞെരുങ്ങിയാണ് അത് ഇരിക്കുന്നത്. അതിനെയാണ് ടൈം മോളിക്യൂൾസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചാൽ ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. അപ്പൊ മോളിക്യൂൾസ് ആ ഫ്രീലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ഇവിടെ. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് അമോർഫസ് മെറ്റീരിയൽസ് എന്ന് പറയും. ഇനി ഫോർ ദി കേസ് ഓഫ് പോളിമേഴ്സ് ഓൺ കൂളിംഗ് മെൽറ്റിംഗ് ടെമ്പറേച്ചർ ന്യൂക്ലിയസ് ഈസ് ഫോംഡ്. അതായത് അണ്ടർ മെൽറ്റിംഗ് ടെമ്പറേച്ചറിൽ ഈ ന്യൂക്ലിയസ് ഫോർമേഷൻ നടക്കും. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്പെറിക്കൽ ഷേപ്പിലാണ് ഇതിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. വിത്ത് റേഡിയസ് ആണെന്ന് വിചാരിക്കാം. ഇനി സ്മോൾ റീജിയൻസ് പോളിമേഴ്സ് ആണ് ഈ ന്യൂക്ലിയസ് ഫോം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ റീജിയൻസിനകത്ത് ഓഫ് ട്വിസ്റ്റഡ് ചെയിൻ സൈസ് പോളിമേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇനി ഇഫ് യു അപ്ലൈ ഒരു ടെമ്പറേച്ചർ, അതായത് ഒരു മെൽറ്റിംഗ് ടെമ്പറേച്ചറിനേക്കാൾ കൂടുതലായിട്ട് മറ്റൊരു ടെമ്പറേച്ചർ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ന്യൂക്ലിയസ് അൺസ്റ്റേബിൾ ആകും. കാരണം അതിന് കാരണമാകുന്നത് തെർമൽ അറ്റോമിക് വൈബ്രേഷൻ വിച്ച് ഡിസ്റ്റർബ്സ് ദി ഓർഡർഡ് മോളിക്കുലർ അറേഞ്ച്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു എപ്പോഴും പോളിമർ അറേഞ്ച് ചെയ്തിരിക്കുന്ന മോളിക്യൂൾസ് എന്ന് പറയുന്നത് ബോണ്ടഡ് ആയിട്ട് ബോണ്ട് വെച്ച് കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ അതെല്ലാം റെഗുലർ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു റെഗുലർ ചെയിൻ അലൈൻഡ് ഫോമിലാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ടെമ്പറേച്ചർ മെൽറ്റിംഗ് ടെമ്പറേച്ചറിനൊക്കെ കൂട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ന്യൂക്ലിയസ് അൺസ്റ്റേബിൾ ആകും. അതായത് ആ തെർമൽ അറ്റോമിക് വൈബ്രേഷൻ, അവിടെ ഉണ്ടാകുന്ന തെർമൽ അറ്റോമിക് വൈബ്രേഷൻ ആ മോളിക്കുലർ ചെയിൻ അറേഞ്ച്മെന്റിനെ ബ്രേക്ക് ചെയ്യും. അതുകൊണ്ടാണ് അവിടെ ഒരു അൺസ്റ്റെബിലിറ്റി ഉണ്ടാകും. ന്യൂക്ലിയേഷൻ, അതായത് ക്രിസ്റ്റലൈസേഷൻ ഉണ്ടാകാനായിട്ടുള്ള നടക്കാനുള്ള രണ്ട് പ്രോസസ്സാണ് ന്യൂക്ലിയേഷനും ഗ്രോത്ത് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ന്യൂക്ലിയേഷനും ഗ്രോത്ത് പ്രോസസ്സും കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മോളിക്യൂൾസിന്റെ അകത്ത് പ്രോപ്പർ ഗ്രോത്ത് നടക്കും. അതായത് ഈ ഉണ്ടായിരിക്കുന്ന ക്രിസ്റ്റലൈൻസ് എല്ലാം കൂടെ ഇപ്പൊ നമ്മളൊരു സ്പെറിക്കൽ ഷേപ്പായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം റേഡിയസ്, അതായത് മാക്സിമം ഏരിയ ഒക്കർ ചെയ്യുക, അതായത് മാക്സിമം ഏരിയ കവർ ചെയ്ത് ഇത് ഫോം ചെയ്യും ഈ രണ്ട് പ്രോസസ്സിന് ശേഷം. അതായത് ഈ ഫുൾ ഏരിയയും കവർ ചെയ്യാനായിട്ട് ഈ വിത്തിൻ ദിസ് റേഡിയസിൽ ഇതെല്ലാം കൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ആ ഏരിയ മുഴുവൻ കവർ ചെയ്യും. അങ്ങനെ പെർഫെക്റ്റ് ഓർഡറിങ്ങും അലൈനിങ്ങും ഉണ്ടാകും. അതിന് അഡീഷണൽ മോളിക്കുലർ ചെയിൻ സെഗ്മെന്റ്സിന്റെ അഡീഷൻ കാരണം ഇത് പെർഫെക്റ്റ് ആയിട്ട് അലൈൻ ചെയ്യും ആൻഡ് കവേഴ്സ് ദി എൻ്റയർ ഏരിയ. അങ്ങനെയാണ് ക്രിസ്റ്റലൈസേഷൻ ഇംപ്രൂവ് ചെയ്യുന്നത്. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ഒരു ഫിനോമിന ഓഫ് പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ആണ്. മെൽറ്റിംഗ് എന്ന് പറയുന്നത് അത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ സോളിഡ് മെറ്റീരിയൽ ഇൻടു വിസ്കസ് ലിക്വിഡ്. ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു മോൾട്ടൺ സ്റ്റേറ്റിൽ ഇരിക്കുന്ന പോളിമറിനെ സോളിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇത് മെൽറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ള, അതായത് കണ്ടൻസ്ഡ് ഓർ മോളിക്കുലർ അലൈൻഡ് സ്റ്റേറ്റിൽ നിന്ന് ഒരു ഹൈലി റാൻഡംലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു ചേഞ്ച് സംഭവിക്കുന്നു. വിസ്കസ് സ്റ്റേറ്റിലേക്ക് മാറുന്നു, സോളിഡിന്റെ വിസ്കസ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. അതാണ് മെൽറ്റിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത്. The temperature at which the material is crystallized is called melting temperature എന്ന് പറയുന്നു. ഈ ടെമ്പറേച്ചറിൽ there are several features that depends upon. ഈ മെൽറ്റിംഗ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത several features ഉണ്ട്. പക്ഷെ ഈ പ്രോപ്പർട്ടി കാണിക്കുന്നത് മെറ്റൽസും സെറാമിക്സിനേക്കാൾ കൂടുതൽ പോളിമേഴ്സിലാണ് ഇത് കണ്ടുവരുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാരണം തന്നെയാണ്. ദി മോളിക്കുലർ സ്ട്രക്ചർ അലൈൻമെന്റും ആൻഡ് ദി ലാമിനാർ ക്രിസ്റ്റലൈൻ മോർഫോളജി. ലാമിനാർ ക്രിസ്റ്റലൈൻ മോർഫോളജി ഓർഡർ ആയിട്ടുള്ള അലൈൻഡ് ആയിട്ടുള്ള മോളിക്കുലർ സ്ട്രക്ചറുമാണ് അതിന് കാരണം.
The thickness of a chain folded lamina depends upon the crystalline temperature. അതായത് ഇവിടെയാണ് ഈ തിക്നെസ്, അതായത് ക്രിസ്റ്റലൈൻ ലാമിനാർ ചെയിനിന്റെ തിക്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ടെമ്പറേച്ചർ ആണ് ക്രിസ്റ്റലൈൻ ടെമ്പറേച്ചർ ആണ്. അതായത് മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് തിക്നെസ് കൂടും. മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇംപ്യൂരിറ്റീസ് ഇൻ ദി പോളിമർ ആൻഡ് ദി ഇംപെർഫെക്ഷൻസ് ഇൻ ദ ക്രിസ്റ്റൽ. അത് ഓൾസോ മെൽറ്റിംഗ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഈ രണ്ട് പ്രോപ്പർട്ടീസും ഇൻക്രീസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. മെൽറ്റിംഗ് ബിഹേവിയർ ഡിപ്പെൻസ് അപ്പോൺ ദ റേറ്റ് ഓഫ് ഹീറ്റിംഗ് ആൻഡ് ദി എലിവേഷൻ ഓഫ് മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് ബിഹേവിയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹീറ്റിംഗിന്റെ റേറ്റും എലിവേഷൻ ഓഫ് ദി മെൽറ്റിംഗ് പോയിന്റുമാണ്. ഡ്യൂ ടു ദിസ് ഈ എഫക്ട് മൂലം പോളിമേഴ്സ് ലോട്ട്സ് ഓഫ് സ്ട്രക്ചറൽ ആൻഡ് പ്രോപ്പർട്ടി ഓൾട്ടറേഷൻസ് സഫർ ചെയ്യുന്നുണ്ട്. അടുത്തൊരു ഫിനോമിന എന്ന് പറയുന്നത് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ആണ്. അതിന് ടി ജി എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഗ്ലാസ് ട്രാൻസിഷൻ മെയിൻ ആയിട്ട് ഒക്കർ ചെയ്യുന്നത് അമോർഫസ് ആൻഡ് സെമി ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസിലാണ്, സെമി ക്രിസ്റ്റലൈൻ പോളിമേഴ്സിലാണ്. അതിന് കാരണം എന്ന് പറയുന്നത് റിഡക്ഷൻ ഇൻ ദ മോഷൻ ഓഫ് ലാർജ് സെഗ്മെന്റ്സ് ഓഫ് മോളിക്കുലർ ചെയിൻസ് വിത്ത് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതായത് ഒരു പോളിമർ മെറ്റീരിയലിനകത്ത് നമ്മൾ കണ്ടു ലാർജ് നമ്പർ ഓഫ് ചെയിൻസ് ആയിട്ട് അത് അലൈൻഡ് ആയിരിക്കും. ഇവിടെ ഇതിന് കാരണം, അതായത് ഗ്ലാസ് ട്രാൻസിഷൻ നടക്കാനായിട്ടുള്ള കാരണം റിഡക്ഷൻ ഇൻ ദ മോളിക്കുലർ മോഷൻ ഓഫ് ദി ലാർജ് സെഗ്മെന്റ്സ് ഓഫ് മോളിക്കുലർ ചെയിൻസ് വിത്ത് ടെമ്പറേച്ചർ ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് അതിന്റെ മോഷൻ, ലാർജ് സെഗ്മെന്റ്സിന്റെ മോഷൻ കുറവായിരിക്കും. അതാണ് ഗ്ലാസ് ട്രാൻസിഷന് കാരണം. ഇനി നമ്മൾ മുമ്പേ വരച്ച ഒരു പ്ലോട്ട് ചെയ്ത ഗ്രാഫ് ഉണ്ട്, റിലാക്സേഷൻ മോഡുലസ് വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫ്. അത് വെച്ച് നമുക്ക് ഓരോ മെറ്റീരിയലിന്റെ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ള പ്രോസസ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ റിലാക്സേഷൻ മോഡുലസിന് വൈ ആക്സിസിലും ടെമ്പറേച്ചറിന് എക്സ് ആക്സിസിലുമായിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാണ്. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ആ ഗ്രാഫിന്റെ ഷേപ്പിങ്ങിലാണ്. ഇനി നമ്മൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നു പഠിക്കുകയാണ്. നമ്മൾ ഓൾറെഡി അതിൻ്റെ അകത്ത് കുറെ റീജൻസ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിനി അതെല്ലാം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് മാർക്ക് ചെയ്യുകയാണ്. ആ മാർക്ക് ചെയ്ത പോയിന്റ്സ് എല്ലാം അവിടെ വെച്ചിട്ട് നമ്മൾ മേളിൽ നിന്ന് ഒരു ടാൻജന്റ് ഈ കർവിനെ ടച്ച് ചെയ്ത് വരയ്ക്കുകയാണ്. ആ ടാൻജന്റ് എവിടെ വന്ന് മുട്ടുന്നോ അതായിരിക്കും നമ്മുടെ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. അതായത് ഗ്ലാസി സ്റ്റേറ്റിൽ നിന്ന് വിസ്കസ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഈ പോർഷനിൽ എവിടെയോ ആണ് ആ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ നമുക്കറിയാം. നമുക്കത് സ്പെസിഫിക് ആയിട്ട് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടാൻജന്റ് കൺസിഡർ ചെയ്യാണ്. ഈ കർവിനെ അത് എവിടെ ടച്ച് ചെയ്യുന്നു അവിടെ ആയിരിക്കും ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് താഴേക്ക് വരയ്ക്കുമ്പോൾ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അബ്രപ്റ്റ് ചേഞ്ച് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടി ഫ്രം അബ്രപ്റ്റ് ചേഞ്ച് ഇൻ വൺ ഫിസിക്കൽ പ്രോപ്പർട്ടി ടു അനദർ. അതാണ് ട്രാൻസിഷൻ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഞാൻ ഉദ്ദേശിക്കുന്നത്, ടി ജി. ഇനി ഈ കർവിൽ നിന്ന് നമുക്ക് കുറച്ച് പാരാമീറ്റേഴ്സ് നമുക്ക് കിട്ടും. ഒരു മെറ്റീരിയലിന്റെ സ്റ്റിഫ്നെസ്, ഹീറ്റ് കപ്പാസിറ്റി, കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. അതായത് ഒരു പോളിമർ മെറ്റീരിയലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കർവ് പ്ലോട്ട് ചെയ്ത് ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഡേറ്റാസ് കൂടെ കിട്ടും. ആ ഡേറ്റാസ് ആണ് സ്റ്റിഫ്നെസ്, ഹീറ്റ് കപ്പാസിറ്റി, കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. ഇനി ടി എമ്മും ടി ജി എന്ന് പറയുന്നത്, ടി എം എന്ന് പറഞ്ഞാൽ മെൽറ്റിംഗ് ടെമ്പറേച്ചർ, ടി ജി എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. അതിന് ഒരു പോളിമറിന്റെ കേസിൽ രണ്ട് ഇമ്പോർട്ടന്റ് പാരാമീറ്റേഴ്സ് ആണ്. They also influence the fabrication and processing procedure of the polymers. അതായത് ഒരു പോളിമറിന്റെ ഫാബ്രിക്കേഷനും പ്രോസസിംഗ് പ്രൊസീജിയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ രണ്ട് ടി ജിയും ടി എം എന്ന് പറഞ്ഞ രണ്ട് ടെമ്പറേച്ചേഴ്സ് ആണ്. നമ്മൾ ഇനി ഒരു ഗ്രാഫ് വരയ്ക്കാണ്ട് സ്പെസിഫിക് വോളിയം വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫ് വരച്ച് 3 കാറ്റഗറീസ് ഓഫ് പോളിമേഴ്സിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുവാണ്. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി അമോർഫസ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. നമ്മൾ ടോട്ടലി അമോർഫസ് പോളിമറിന്റെ ഗ്രാഫാണ് വരയ്ക്കുന്നത്. അതായത് ഇവിടുന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചറിനനുസരിച്ച് സ്പെസിഫിക് വോളിയത്തിന്റെ ഒരു വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞാൽ റാപ്പിഡ് ആയിട്ട് അത് ഇൻക്രീസ് ചെയ്യും. അതായത് സ്ലോപ്പ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഗ്ലാസ് നേച്ചർ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലിക്വിഡ് നേച്ചർ എന്ന് വേണം പറയാം. അതാണ് ടോട്ടലി അമോർഫസ് ആണ്. ഇനി അടുത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ സെമി ക്രിസ്റ്റലൈൻ ആണ് നോക്കുന്നത്. സെമി ക്രിസ്റ്റലൈൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ കുറഞ്ഞ സ്ലോപ്പ് ആയിരിക്കും. ഇത് പടനാണെന്ന് നമുക്ക് വ്യക്തമാവും. കുറച്ചുകൂടെ കുറഞ്ഞ ഒരു സ്ലോപ്പാണ്. അതും ഒരേ ആ പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പെട്ടെന്ന് റൈസ് ചെയ്യും, എന്നിട്ടൊരു റീജിയൻ റീച്ച് ചെയ്യും. ഇനി നമ്മൾ അടുത്തൊരു റീജിയൻ ഓഫ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. ഇപ്പൊ നമ്മളിവിടെ കണ്ടതുപോലെ ടി ജി എടുക്കാനോ ടി എം എടുക്കാൻ, അതായത് ഈ പർട്ടിക്കുലർ പോയിന്റിൽ ഇത് രണ്ട് ഷൂട്ട് ചെയ്യുന്ന ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ പറയുന്നത് ടി ജി എന്ന് പറയുന്നത്, ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. അത് റീച്ച് ചെയ്ത ആ ടെമ്പറേച്ചർ പോയിന്റിനെയാണ് നമ്മൾ മെൽറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി ക്രിസ്റ്റലൈൻ സോളിഡിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ബ്രേക്കിംഗ് സോൺ എന്ന് പറയുന്ന ഒന്നുമില്ല, വളരെ ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്ത് പോവാണ്.
അതുകൊണ്ട് തന്നെ ഇതിന്റെ ടെമ്പറേച്ചർ റേഞ്ച് കണ്ടുപിടിക്കാനായിട്ട് ക്രിസ്റ്റലൈൻ സോളിഡിന്റെ ടെമ്പറേച്ചർ റേഞ്ചസ് കണ്ടുപിടിക്കാൻ നല്ല പാടായിരിക്കും. ഇനി ജനറലി നോൺ ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസിന്റെ ട്രാൻസിഷൻ ഗ്ലാസ് ടെമ്പറേച്ചറും മെൽറ്റിംഗ് ടെമ്പറേച്ചറും എത്രയാണെന്ന് നമുക്ക് നോക്കാം. പോളിവിനൈൽ ക്ലോറൈഡിന്റെ ട്രാൻസിഷൻ ഗ്ലാസ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 87 ഡിഗ്രി സെൽഷ്യസ്, മെൽറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 212 ഡിഗ്രി സെൽഷ്യസ്. പോളി എത്തിലിരുന്നത് -110 ഡിഗ്രി സെൽഷ്യസ് ആണ് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ, 115 ഡിഗ്രി സെൽഷ്യസ് ആണ് മെൽറ്റിംഗ് ടെമ്പറേച്ചർ. ഇനി നൈലോൺ 66 എന്ന് പറയുന്ന മെറ്റീരിയലിന് 57 ഡിഗ്രി സെൽഷ്യസ് ആണ് TG, 265 ഡിഗ്രി സെൽഷ്യസ് ആണ് TM എന്ന് പറയുന്നത്.